അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു 3-4 ദിവസം മുമ്പേ, അതായത് നേരത്തെ പറഞ്ഞറിയിക്കുകയാണെങ്കിൽ ഒരു 3-4 ദിവസം മുമ്പേ തുടങ്ങും ടെൻഷൻ. എപ്പോഴും ഇതിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. എന്നാലോ അടുക്കള കിടന്ന് കുറേ നേരം പണിയെടുക്കണേറ്റോ നമുക്ക് ഇഷ്ടമില്ല എന്താനും. എന്നാലോ ടേബിൾ നിറച്ച് ഫുഡ് ഉണ്ടാകുകയും നമുക്ക് വേണം അല്ലേ. അത് നല്ല രുചിയിലും നല്ല രസത്തിലും തന്നെ അത് വേണം. അപ്പോൾ ഇതാണ്ട് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് പണി തീർത്തിട്ട് രക്ഷപ്പെടാനുള്ള ആ ഒരു വഴി ഞാനിവിടെ പറയുന്നുണ്ട്. ഏറ്റവും സൂപ്പറായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഫുഡ് ഐറ്റംസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ എത്ര വിരുന്നാർ വരികയാണെങ്കിലും ടെൻഷൻ ആവണ്ടേ. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കണേ. കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്തെടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്നത് നേരത്തെ അറിയുകയാണെങ്കിൽ തലേ ദിവസം തന്നെ നമുക്ക് കുറച്ച് പണി തീർത്തേക്കാം, വളരെ കുറഞ്ഞ രീതിക്കുള്ള. അപ്പോൾ പിറ്റേന്ന് നമുക്കങ്ങനെ ഒരുപാട് ഹെവി ആയിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മീൻ പൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ ഈ തലേ ദിവസം തന്നെ മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതൊന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അരപ്പിനായിട്ട് 10 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെള്ളുള്ളി അങ്ങനെ എടുത്തിട്ടുണ്ട്, പിന്നെ പുതിനയിലയും മല്ലിയിലയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വിനിഗർ ഒരു ടീസ്പൂൺ അത് മതി, പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ മതി. ഒരല്പം ഓയിലും കൂടെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് അരച്ചെടുക്കണേ. അരച്ച് കഴിഞ്ഞതിന് ശേഷം 3 മീനാണ് ഇവിടെ എടുത്തത്. ഇത് ആവോലി അല്ല കേട്ടോ, ആവോലിൻ്റെ അതേ രീതിയിലുള്ളൊരു മീൻ തന്നെയാണ്. നമുക്ക് ഏട്ടനനിയന്മാർ എന്നുള്ള രീതിക്കില്ലേ, അങ്ങനെ വേണേൽ പറയാം. സത്യത്തിൽ പേര് എനിക്കറിയില്ല, പക്ഷേ ടേസ്റ്റ് മുഴുവൻ ആവോലിൻ്റെ രീതി തന്നെയാണ് കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നടു ഒന്ന് കീറി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് മസാലൻ്റെ അരപ്പ് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഇടുക കേട്ടോ. ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ അരപ്പൊന്ന് പുരട്ടി കഴിഞ്ഞതിന് ശേഷം പുറമേയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല രുചിയുള്ള മീനാണ്. ആവോലിയോ അയക്കോറേ നിങ്ങൾക്ക് ഏത് മീൻ കിട്ടുകയാണെങ്കിലും വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല മീനായിരിക്കുമല്ലോ നമ്മൾ എന്തായാലും വാങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അരപ്പിൽ ഇത് ചെയ്ത് നോക്കിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ഇനി വാഴയിലയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിക്കേണ്ടവർക്ക് പൊള്ളിക്കാം. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ നമുക്കത് പൊരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ചുട്ടെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യുകയാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അരപ്പിനും ഈ ഒരു മീനും. മീൻ എപ്പോഴും വാങ്ങുന്ന സമയത്ത് നല്ല നോക്കി വാങ്ങുക കേട്ടോ. 2 മീനായിരുന്നു ഞാനിങ്ങനെ ഉള്ളിൽ കീറി കൊടുത്തത്. ഒരു മീനിങ്ങനെ സാധാ നമ്മൾ വരങ്ങിടും പോലെ തന്നെ അങ്ങനെ വരങ്ങിട്ടതാണ്. അപ്പോഴേതാണ്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് തലേന്ന് തന്നെയാണ് ഞാനിങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെയാണല്ലോ ചൊറിഞ്ഞ പണിയുള്ളത്. അപ്പോൾ ചൊറിഞ്ഞ പണികളൊക്കെ തീർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം പെട്ടെന്ന് തന്നെ പണി തീർത്തിട്ട് അടുക്കളയിൽ കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഒട്ടകത്തിൻ്റെ ലിവർ വരട്ടിയതാണ്. ഇത് ഒട്ടകത്തിൻ്റെ ലിവറാണ്. ഇഷ്ടമുള്ളവർ വാങ്ങുക, അല്ലെങ്കിൽ ബീഫിൻ്റെതോ ആടിൻ്റെതോ ഏതെടുത്താലും കുഴപ്പമില്ല. അതൊരു ചെറിയ പീസാക്കിയിട്ടൊന്ന് നമുക്കങ്ങനെ കട്ട് ചെയ്യാം. ഇത് നമ്മുടെ സാധാ ലിവറിൻ്റെ പോലെയല്ലേ, കുറച്ചൊരു ഉറപ്പായിട്ടാണ് ഉണ്ടാകുക. ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഒട്ടകത്തിൻ്റെ ലിവർ 1 കിലോ ആണ് കേട്ടോ ഇതെടുത്തത്. എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കഴുകുന്നതിന് മുൻപ് തന്നെ വിനിഗർ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ടാണ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ വേണ്ടത് 5 വലിയുള്ളി എടുത്തിട്ടുണ്ട്, 3 തക്കാളി, കറിവേപ്പില ഇത്രയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ളുള്ളി ഇഞ്ചിയും അരച്ചതും കൂടെ ചേർക്കുന്നുണ്ടേ. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിവറിലോട്ടേക്ക് ഈ ഒരു ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ അങ്ങനെ ചേർത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളി തക്കാളി കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനിഗർ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ അത്ര ഒഴിച്ചാൽ മതി. ഇനി ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂൺ ആ രീതിക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്ക് ഇറച്ചി മസാല, ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ട് കണ്ടു നോക്കാം കേട്ടോ. 1 കിലോ ലിവറിലോട്ടേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇറച്ചി മസാല തന്നെ ധാരാളമാണ് കേട്ടോ, അത്ര തന്നെ മതി. ഒരു 1/2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ശരിക്കും മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത ദിവസം അങ്ങനെ നമുക്കിത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോഴേ ഈ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, ലിവറല്ലേ, വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാം. ഇനി നമുക്കൊരു സ്പൈസി ആയിട്ടുള്ളൊരു തൂമ്പ് നമുക്ക് തയ്യാറാക്കാം. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഓയിലോ ഒലിവ് ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊരു 3 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് വിനിഗർ, അത് 1 ടീസ്പൂൺ അങ്ങനെ ഇതിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഇതിലേക്ക് 1 വേണം കേട്ടോ.
പിന്നെ വെള്ളുള്ളിൻ്റെ അല്ലി ഒരു 5 എണ്ണം അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ശരിക്കും ഒന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്കൊരു 1/4 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ അരച്ചെടുക്കുക. പിന്നെ ഉപ്പ് പുളിയൊക്കെ നിങ്ങളത് നോക്കുക കേട്ടോ. ഇത് മീൻ പൊള്ളിച്ചതിൻ്റെ കൂടെയും പിന്നെ അതേപോലെ ചിക്കന് ബട്ടൂരൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വിരുന്നാർ വരുന്ന സമയത്ത് ഇങ്ങനത്തതൊക്കെ ആക്കി വെക്കുമ്പോൾ സൂപ്പറായിരിക്കുമല്ലോ. അപ്പോൾ ബട്ടൂരൻ്റെ ഒക്കെ കൂടെ അത് കൂട്ടി കഴിക്കാൻ എന്ത് രസമാണ് അറിയോ. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന ആൾക്കാരാണ് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതിൻ്റെ വേറൊരു റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി നോക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാം. അതൊക്കെ തലേന്ന് തന്നെ അങ്ങനത്തെ പണിയൊക്കെ തീർത്ത് വെക്കണേ. പണിയൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് വിശന്നിട്ട് കണ്ണാണെന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കുബൂസും മീൻ ചുട്ടത് എൻ്റെ അടുത്ത് വേറെ ഉണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും കുബൂസും ഈ ഒരു തൂമും കൂട്ടി കഴിക്കാൻ എന്ത് രസം അറിയോ. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഞാൻ അടുത്ത ചട്നി പരിപാടിയിലോട്ടേക്ക് നോക്കുന്നത്. നാളത്തേക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് ഒരു പാകിസ്ഥാനി ചട്നിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ചട്നി തയ്യാറാക്കാനായിട്ട് പുതിന അത്യാവശ്യം നല്ലോണം എടുക്കണം കേട്ടോ. 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 2 അല്ലി വെള്ളുള്ളി, അതേപോലെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്. പിന്നെ നമുക്കിതിലേക്ക് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം. 2 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ. അരച്ച് കഴിഞ്ഞതിന് ശേഷം ആ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നതാണ്, ഇതൊന്നും പാകിസ്ഥാനികൾ ഇട്ട് കൊടുക്കുന്നതൊന്നുമല്ല. പിന്നെ വലിയുള്ളി നമുക്ക് ചെറുതാക്കി അരിഞ്ഞതൊന്നും മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുക്കുംബർ അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും തൈര് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തൈര് എടുക്കുക. എന്നിട്ട് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. ഇവിടെ ഏത് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിലും ഈ ഒരു ചട്നി സെർവ് ചെയ്യാതിരിക്കില്ല. ഇത് ഇപ്പോഴും ഒരു സ്പെഷ്യൽ തന്നെയാണ്. ഇത് എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്, അതായത് ഗ്രില്ല് ചെയ്തത്, മീൻ ഗ്രില്ല് ചെയ്ത്, ചിക്കൻ എന്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമാണ്. ഇത് അവർ ശരിക്കും സെർവ് ചെയ്യുക കാബൂളി പുലാവ്, പിന്നെ അഫ്ഗാൻ പുലാവ്, പിന്നെ അതേപോലെ പാകിസ്ഥാനി ബിരിയാണി ഇങ്ങനത്തെ ഐറ്റംസിലാണ് അവരിത് സെർവ് ചെയ്യാറ്. അവരെ ഫുഡ് കഴിച്ചവരാണെങ്കിൽ ഈ ചട്നി എന്തായാലും കഴിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റാണ്, എന്തായാലും ട്രൈ ചെയ്യുക. ചെറിയ ജീരകം മസ്റ്റാണ്, അതാണ് ഇതിൻ്റെ ഫ്ലേവർ മുൻപിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ചട്നി അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചോളാം കേട്ടോ. ഇനി നമുക്ക് നാളത്തോട്ടേക്കുള്ള ബട്ടൂരൊക്കെ ഉള്ളത് കുഴച്ച് വെക്കാം. 1 കിലോ മൈദ ആണ് എടുക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റ് കലക്കിയതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കുറേ ഒന്നും ഒഴിച്ച് കൊടുക്കരുതേ. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിക്ക് കുഴക്കരുതേ, കുറച്ചൊരു ലൂസാക്കിയിട്ട് കുഴക്കണം. ഇതിൻ്റെയൊക്കെ റെസിപ്പി മുൻപ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതൊന്നുകൂടെ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെ കാണിച്ച് തന്നെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നാളത്തോട്ടേക്ക് ഇത് ശരിക്കും പൊന്തി വരും കേട്ടോ. ഈ ഒരു ബട്ടൂരൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമായത്. ഞാൻ മുഴുവൻ ഉണ്ടാക്കിയ മുഴുവൻ കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴതും നമ്മുടെ ആ ഒരു തൂമുണ്ടല്ലോ, സ്പൈസി തൂമൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് രസം അറിയാം. അപ്പോൾ വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒരു സ്പെഷ്യലാക്കിയിട്ട് എന്തായാലും പിന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നാളത്തോട്ടേക്ക് അത് റെഡിയാവും. അപ്പോൾ ഞാൻ തലേ ദിവസം അങ്ങനത്തെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് നമുക്കങ്ങനെ കഴിക്കാനുള്ളതൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അന്നത്തെ ദിവസം ചോറ് കറി ഇങ്ങനത്തതൊക്കെ ഞാനങ്ങനെ ഒഴിവാക്കും. എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഫുഡേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അന്നത്തെ ദിവസം ഞാൻ നിങ്ങൾ കണ്ടല്ലോ, കുബൂസും മീൻ ചുട്ടതൊക്കെയാണ് ഉച്ചയ്ക്ക് തിന്നത്. രാത്രിത്തോട്ടേക്ക് മസാല ദോശ അങ്ങനെ ആക്കിയും ചെയ്തു. ഇതൊക്കെ എളുപ്പമുള്ള പണിയാണല്ലോ. മറ്റേത് നമുക്ക് വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് തലേന്നും പണി പിറ്റേന്നും പണിയൊക്കെ ആകുന്ന സമയത്തേ നമ്മുടെ കാര്യത്തിന് തീരുമാനമാവും. അപ്പോഴെന്ത് ചെയ്യണം, അങ്ങനെ പണിയുള്ള ദിവസം വീട്ടിൽ നമ്മുടെ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഏറ്റവും എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. കാരണം അടുത്ത ദിവസം നമ്മൾ ഹെവി ഫുഡല്ലേ കഴിക്കുക. അപ്പോൾ തലേ ദിവസം അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഇതൊക്കെ നേരത്തെ അറിയണം കേട്ടോ, വീട്ടിലാരെ വരുന്നൊക്കെ ഉള്ളത്. പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും നടക്കില്ല. അന്നേരം എന്താ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ചിലർ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ നേരത്തെ വരുന്നുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കുക. ഇഞ്ചി വെള്ളുള്ളിയൊക്കെ പേസ്റ്റാക്കി വെക്കുക. ചിക്കൻ പൊരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മസാല ആക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുക. ഇങ്ങനത്തെ പണികളൊക്കെ തലേന്ന് നമുക്ക് തീർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായേ. പിന്നെ തലേന്ന് നിങ്ങളെ വീട്ടിൽ ഒരുപാട് പണിയെടുക്കാനും ഉള്ളത് നോക്കരുത്. മാക്സിമം സിമ്പിളാക്കിയിട്ടുള്ള പണിയെടുക്കാനും നോക്കുക. അപ്പോഴേ അന്നത്തതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് രാവിലെ പിന്നെ വീക്കെൻഡ് അല്ലേ, ഞായറാഴ്ച അല്ലേ, നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനൊരു 8:30ക്കാണ് ഉറങ്ങി എഴുന്നേറ്റത്. ആ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു 9 മണി സമയത്താണ് അടുക്കളയിലോട്ടേക്ക് ഇറങ്ങുന്നത് തന്നെ. അപ്പോഴിതാണ്ട് തലേന്ന് അത് അടുക്കളയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ച് തലേന്ന് നമ്മുടെ ഒട്ടകത്തിൻ്റെ ലിവർ മസാല ആക്കി വെച്ചല്ലോ,
അത് നേരെ അടുപ്പത്തോട്ടേക്കും വെച്ച് ഇനി അടുത്തത് ഞാൻ വേഗം പോകുന്നത് ബിരിയാണി പണിയിലേക്കാണ്. അപ്പോൾ 2.5 കിലോ ബീഫ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ശരിക്കും കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടുപ്പിക്കണം കേട്ടോ. കാരണം ഞാൻ അത് തലേന്ന് തന്നെ കുഴച്ച് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു പ്ലാൻ ആക്കിയത്. പിന്നെ ഇക്ക ഒരു 10 മണി ആയപ്പോഴാണ് പറയണത് ചിക്കൻ വേണ്ട, ബീഫ് ബിരിയാണി മതി. അന്നേരം മാർക്കറ്റിൽ പോയിട്ട് ബീഫ് വാങ്ങി കൊണ്ടുവന്നപ്പോൾ പിന്നെ മസാല തേക്കാനൊന്നും ഒരുങ്ങിയില്ല കേട്ടോ. നേരം വെളുത്തിട്ട് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ചു. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഉപ്പ് മഞ്ഞൾ അങ്ങനെ ഇട്ടെടുക്കാം. പിന്നെ വെള്ളമൊക്കെ അതിൽ അത്യാവശ്യം ഇറങ്ങി വരുന്നുണ്ട്. വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഒരു തക്കാളി അത്യാവശ്യം വലുതാണ് ചെറുതാണ് 2 എടുത്തോളൂ. അതിലേക്ക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് നേരെ അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് വിസിലടുപ്പിക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനായിരുന്നേ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. പക്ഷേ അത് ഞാനിപ്പോൾ ഇനി ബിരിയാണി അല്ലല്ലോ ഇനി, അപ്പോൾ അതുകൊണ്ട് ആ ചിക്കനുകൊണ്ട് ഞാൻ എൻ്റേതായ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇവിടെ കാണിച്ചു തരാം. ഇതെന്തായാലും ട്രൈ ചെയ്യണം, സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കണ്ണ് തോന്നിയത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് ടേസ്റ്റായിട്ട് വരുമ്പോഴാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിക്കന് പൊരിക്കുന്ന രീതിക്കുള്ള ഒരു പീസസ് ഇല്ലേ, അങ്ങനെ കട്ട് ചെയ്താൽ മതി. പിന്നെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും അപ്പോഴപ്പോഴും നമ്മുടെ കൗണ്ടർ ടോപ്പും താഴെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണെങ്കിലും നമുക്ക് വലിയ ഹെവി ആയിട്ട് വരില്ലേ. പിന്നെ അതേപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെവി ആവില്ല. വീട്ടിൽ എത്ര ആൾക്കാർ വരികയാണെങ്കിലും ഇങ്ങനത്തെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ചിക്കൻ്റെത് ഞാനിതാ റെഡിയാക്കാൻ പോവാണ്. പാൻ അടുപ്പത്തേക്ക് വെച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണം, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം, ചെറിയ ജീരകം 1/4 ടീസ്പൂൺ അതൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് ഒരു 4 വറ്റൽമുളക് അരിഞ്ഞതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും സ്പെഷ്യലാണ് കേട്ടോ. ഞാനിവിടെ 2 കിലോളം ഈ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോയ വഴിയില്ല. എല്ലാവർക്കും ഇഷ്ടമായിട്ട് അഭിപ്രായം പറഞ്ഞൊരു തന്നെയാണ് ഈ ഒരു ചിക്കൻ്റെ ഐറ്റംസ്. അന്നേരം മനസ്സ് തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. 2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊരിക്കുന്ന പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. പിന്നെ അത് ബിരിയാണി പീസോ അല്ലെങ്കിൽ കറി പീസിൻ്റെ രീതിക്കൊന്നും കട്ട് ചെയ്യല്ല കേട്ടോ. ഫ്രൈ ചെയ്യുന്ന രീതിക്കുള്ള പീസസ് ആക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ആക്കുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടേ. ഒരുപാട് പേർക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അഭിപ്രായം പറഞ്ഞ ഒരു മസാലപ്പൊടി തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണോളം അങ്ങനെ ചേർത്തിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെക്കുമ്പോഴേ അത്യാവശ്യം വെള്ളം നല്ലോണം തിന്ന് ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴും നമ്മുടെ ഈ ഒരു ചിക്കൻ്റെത് റെഡി ആയിട്ട് കിട്ടും. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. വെന്ത് കഴിഞ്ഞതിന് ശേഷം മല്ലിയില തൂവി കൊടുക്കാം. പിന്നെ ഒരു വലിയുള്ളി പിന്നെ ഓയിലിൽ വറുത്ത് കോരിയതാണ്. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അതും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയാലുണ്ടല്ലോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ബട്ടൂര ഈ ചിക്കന് നമ്മുടെ തൂമ്പ് കോമ്പിനേഷൻ വേറെ ലെവലാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചത് ഒട്ടകത്തിൻ്റെ ഈ ഒരു ലിവറാണ് കേട്ടോ. അത് വേവ് കൂടുതലാണ്. പക്ഷേ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഇത് റെഡിയാക്കി എടുത്തതാണ്. അപ്പോഴത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവ് ഇടണം നമുക്ക്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ശരിക്കും വെന്ത് അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും. ഇനി ചുവന്നുള്ളിയിലിട്ടിട്ടാണ് വറവ് ഇടുന്നത്. വെളിച്ചെണ്ണ, ചുവന്നുള്ളി, കറിവേപ്പില അത്ര തന്നെ മതി. എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, വീട്ടിൽ ആരൊക്കെ വരികയാണെങ്കിലും നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുകയാണെങ്കിലും സിങ്കിൽ പാത്രം അങ്ങനെ നിറഞ്ഞെടുക്കും. അങ്ങനെ ചെയ്യല്ല കേട്ടോ. അപ്പോഴപ്പോഴുള്ളത് നമുക്ക് തുടച്ച് ക്ലീനാക്കി അടിച്ച് വാരാനുള്ള അടിച്ച് വാരുക. താഴേക്ക് എന്തെങ്കിലും വൃത്തികേടാകുകയാണെങ്കിലോ പിന്നെ അതേപോലെ പാത്രങ്ങൾ അപ്പം കഴുകുക. അതെല്ലാം ഇങ്ങനെ കുന്നുകൂടെ കൂട്ടി വെച്ചിട്ട് ലാസ്റ്റിലേക്ക് ഇതൊക്കെ ക്ലീനാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാരമില്ലാത്ത രീതിയിൽ നമുക്ക് ഫുഡ് ഐറ്റംസൊക്കെ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കണേ. അപ്പോൾ വറവിട്ട് കഴിഞ്ഞതിന് ശേഷം മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് അതങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഇനി ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഓൾറെഡി അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി പോട്ടിലോട്ടേക്ക് ഒരു 5-6 വലിയുള്ളി. ഞാനിവിടെ 2.5 കിലോ ബീഫിൻ്റെതാണല്ലോ എടുത്തത്. മസാലക്ക് അത്ര മതി കേട്ടോ. അപ്പോൾ ഈ 2.5 കിലോക്ക് ഞാൻ ഏകദേശം ഒരു 5-6 വലിയുള്ളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വഴന്ന് വന്നപ്പോൾ തന്നെ വെന്തിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത് ഞാനൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോഴതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ബിരിയാണീൻ്റെ മുകളിലേക്ക് വറുത്തിടാനായിട്ടുള്ള ഉള്ളിയും കൂടെ അവിടെ റെഡി ആകുന്നുണ്ട് കേട്ടോ. നമ്മൾ സൂപ്പർ വുമൺസ് അല്ലേ, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പടപടയെന്ന് പറഞ്ഞ് പണി തീർത്തിട്ട് വേഗം അടുക്കളയിൽ നിന്നും രക്ഷപ്പെടണം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളുള്ളി അങ്ങനെ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണീൻ്റെ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ പിന്നെ ചെയ്ത് വെക്കാം കേട്ടോ. അത് ശരിക്കും ഫ്ലേവറായിട്ടുള്ളൊരു മസാലപ്പൊടി തന്നെയാണ് ഇത്. നമ്മുടെ കേരള ബിരിയാണി അല്ല കേട്ടോ, ഒരു ഹൈദരാബാദി ഫ്ലേവർ, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ, പാകിസ്ഥാനി ഫ്ലേവറൊക്കെ ആയിട്ട് വരുന്ന മസാലപ്പൊടിയാണ്. ആ ഒരു ബിരിയാണിയാണ്. എൻ്റെ ഈ ഒരു ബിരിയാണി ഇവിടെ എപ്പോഴും സ്പെഷ്യലാണ്. എല്ലാവർക്കും ഈ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ അധികം വീട്ടിൽ വിരുന്നാർ വരുമ്പോൾ ഇങ്ങനത്തെ ബിരിയാണി തന്നെ തയ്യാറാക്കുന്നത്. ആ ഒരു പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് തൈര് ചേർത്ത് കൊടുത്തോളൂ. ഞാൻ അത്യാവശ്യം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില പുതിനയിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു പൊടിയിൽ കുറച്ച് എരിവുള്ളതുകൊണ്ട് പച്ചമുളകൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴെല്ലാം കൂടെ മിക്സാക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ പച്ചമുളക് അങ്ങനെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചോറ് വേവിക്കാനായിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെക്കണം. കല്ലുപ്പാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പം വെള്ളം നേരെ ചെമ്പട്ടിയിൽ നിറച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് കുറച്ച് മല്ലിയില, ഏലക്ക, പട്ട, ഗ്രാമ്പൂ എല്ലാം കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചിട്ട്. എന്നിട്ട് നമുക്ക് ബസ്മതി അരിയാണ് ഞാനിതിലെടുക്കുന്നത്. 3 XL ബസ്മതി അരിയാണ് എടുക്കുന്നത്. വെള്ളം ശരിക്കും തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ചെമ്പ് അടുപ്പത്തേക്ക് വെച്ച ആ ഒരു സമയത്താണ് അരി കഴുകിയിട്ട് അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചത്. അപ്പോഴത്ര സോക്കൊക്കെ കിട്ടിയാൽ മതി. 15-20 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്തിട്ടല്ലോ കേട്ടോ. അപ്പോൾ ഈ ബീഫിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്, പിന്നെ ഇറച്ചിൻ്റെ മുകളിൽ ഫസ്റ്റത്തെ ലെയർ ചോറിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു 80% വേണം ഇട്ട് കൊടുക്കാനെന്നുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത ലെയർ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വേവ്, അങ്ങനെ ലെയറായിട്ട് വെന്തിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. എന്നാലേ നമുക്ക് നല്ല പൂ പോലുള്ള ചോറ് കിട്ടുള്ളൂ. ആ ഇറച്ചിൻ്റെ മുകളിൽ തന്നെ നല്ല വെന്ത ചോറ് ഇട്ട് കൊടുക്കുമ്പോഴേ അതൊട്ടാകെ കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോഴത് എപ്പോഴും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണം. ഇറച്ചിൻ്റെ മുകളിലത്തെ ഫസ്റ്റത്തെ ലെയർ ചോറിട്ട് കൊടുക്കുമ്പോഴേ അത്യാവശ്യം അരി കടിക്കുന്ന രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബിരിയാണീൻ്റെ മസാലപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും ഓയിലും കൂടെ ഉരുക്കി കഴിഞ്ഞതിന് ശേഷം ഉള്ളി വറുത്ത് വെച്ചതിൻ്റെ ആ ഒരു കൂട്ടില്ലേ, അപ്പോൾ കുറച്ച് ആ ഒരു നെയ്യും കൂടെ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ചോറ് മുഴുവൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചട്ടകം കൊണ്ട് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തോട്ടേക്കും നല്ല കറക്റ്റ് ലെവലിൽ കിട്ടാനായിട്ട്. എന്നിട്ട് ഇതാണ്ട് 3 ടേബിൾ സ്പൂൺ നെയ്യും 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ കൂടിയിട്ടാണ് ഉള്ളി വറുത്തെടുത്തത്. അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വറുത്തയിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കങ്ങനെ ബിരിയാണിയിൽ കാഷ്നട്ട് കടിക്കണ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വിരുന്നാർ വരുന്നതല്ലേ, വിരുന്നാർ എന്ന് പറയുന്നത് വേറെ ആരുമല്ല, എൻ്റെ അനിയന്മാരും അനിയത്തികളും ആണ്. എന്നാലും വേണ്ടിയില്ലേ കുറച്ച് കാഷ്നട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബിരിയാണീൻ്റെ കൂടെ എന്താണെന്ന് അറിയില്ല, കാഷ്നട്ട് മുന്തിരി അതൊന്നും ഇഷ്ടമില്ല. പിന്നെ കറിവേപ്പില അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ ഈ ഒരു ടിപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയണതാണ്. ലാസ്റ്റ് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളുള്ളിൻ്റെ പേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവർ നമുക്കങ്ങനെ കിട്ടുന്നു. പിന്നെ ബിരിയാണീൻ്റെ മസാലപ്പൊടി അത്യാവശ്യം നല്ലോണം അങ്ങനെ വിതറി കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് ദം ചെയ്യാം. ബീഫല്ലേ, 1.5 മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുകയാണെങ്കിൽ ബീഫ് ബിരിയാണി റെഡിയായി കിട്ടും കേട്ടോ. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ്സ് വീണ്ടും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ. സൂപ്പറായിട്ടുള്ള പാകിസ്ഥാനി ബിരിയാണിയാണ് ഇവിടെ റെഡി ആയത്, ബീഫ് ബിരിയാണി. എന്തായാലും ട്രൈ ചെയ്യണം. ബിരിയാണീൻ്റെ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക. ഇനി നമുക്കിതിലേക്കൊരു മധുരം വേണമല്ലോ. ഞാനിവിടെ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നേരെ 1 കപ്പോളം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ജീരകശാലൻ്റെ അരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ ശരിക്കും ഒന്ന് കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു 3 വിസിലടിക്കുമ്പോൾ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ വിസിലൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഇത് നോക്കുക, കറക്റ്റ് വെന്ത് കഴിഞ്ഞാൽ ഏലക്കായ ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ ഫ്രഷ് മിൽക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് വേണം. 1 ടിന്ന് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേര് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് പ്ലാൻ ആക്കുക പായസമൊക്കെ. അപ്പം അങ്ങനെയുള്ള സമയത്തൊന്നും പുഡിങ്ങിലേക്കൊന്നും ചൊറിഞ്ഞ പണിയിലേക്കുള്ള മധുരത്തിൻ്റെയിലേക്കൊന്നും പോരുത് കേട്ടോ. ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമുക്ക് പായസം എന്ന് പറയുന്നത്. ബുദ്ധിമുട്ടായിട്ട് തയ്യാറാക്കുന്ന പായസമുണ്ട്, ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന പായസമുണ്ട്. എൻ്റെ ഈ ഒരു പായസം ഏറ്റവും എളുപ്പമാണ് കേട്ടോ, രുചിയോ വേറെ ലെവലും. അപ്പോൾ ഇതാണ്ട് എല്ലാം ഒന്ന് മിക്സാക്കിയ ശേഷം ഞാൻ വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അതൊന്ന് വറ്റിച്ചെടുക്കാൻ, അല്ലെങ്കിൽ എന്താ പറയുക അടി പിടിച്ച് പോകും കേട്ടോ. ഇനി ഞാൻ ഇവിടേക്ക് 1 കപ്പോളം പഞ്ചസാര കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വറവിടുന്നത് നെയ്യിൽ ചുവന്നുള്ളിയും കാഷ്നട്ടും വെച്ചിട്ടാണ് വറവിടുന്നത്. നല്ല രസമാണ്. അപ്പോൾ അതാണ്ട് നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരമൽ റെഡി ആയി കഴിഞ്ഞാൽ പായസത്തിലേക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുതേ, പൊട്ടിത്തെറിപ്പ് ഉണ്ടാകും. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മിക്സ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണേ. ഇതിപ്പോൾ കുറച്ചൊരു ലൂസല്ലേ, കുറച്ചൊന്ന് കുറുക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നല്ല രസമാണ്. അത് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം വറവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി. ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ തലേന്ന് ദിവസം തന്നെ മീനും നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പുറത്തെടുത്തിട്ട് ഇനി അതൊന്ന് ചുടാൻ വേണ്ടി പോവുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ടാട്ടോ പണിയെടുത്തത്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഒരു ഓർഡറായിട്ട് അങ്ങനെ കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം സൈഡിൽ ബിരിയാണി അവിടെ ദമ്മായി തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് വിളമ്പണ് കാണിച്ചു തന്നല്ലോ. സത്യത്തിൽ അടുപ്പ് ഒഴിയുന്നതിനനുസരിച്ചിട്ട് അങ്ങനെ എല്ലാം പണിയും പെട്ടെന്ന് തീർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ്ട് ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അടുപ്പ് അവിടെ കാലിയായതിന് ശേഷം ഒരു തവയും കൂടെ അപ്പുറം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തവയിലും കൂടെ മീൻ അങ്ങനെ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴേ നമ്മുടെ പണി പെട്ടെന്ന് തീർന്നല്ലോ അല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഴൻ്റെ ഇലയിൽ വേണമെങ്കിൽ അങ്ങനെ പൊള്ളിച്ചെടുക്കുക എന്നുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളൂ. ഓവനിൽ വേണമെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബട്ടൂരൻ്റെത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇതേപോലെ തന്നെ പരത്തി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാത്തത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യുക. വീട്ടിൽ വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ ടെൻഷൻ ആവുകയോ വേണ്ട കേട്ടോ. ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും രുചിയിലും സെർവ് ചെയ്യാൻ പറ്റിയ ഫുഡ് ഐറ്റംസ് പ്ലാൻ ആക്കുക, അങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവരിങ്ങനെ ഹായ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരാൻ.